ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനൊന്ന് കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ച് നോക്കുക. കാരണം ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ എണ്ണയിൽ തന്നെ നമ്മളിത് മെഴുക്കുവരട്ടിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് കിഴങ്ങ് ഞാൻ ഇവിടെ ചെറുതായിട്ട് നേരിയ രീതിയിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. നമ്മുടെ പൊതിച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ വെള്ളം ചേർക്കാതെ കൊണ്ടാണ് ഞാൻ മെഴുക്ക് വരട്ടി വയ്ക്കുന്നത്. അപ്പോൾ ആരും വെള്ളം ചേർക്കാതെ തന്നെ കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം എണ്ണ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം, ഉണ്ടെങ്കിൽ തുടർന്ന് എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. ഞാനിവിടെ എണ്ണയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ചേർക്കാൻ നേരം ഇതിനകത്ത് ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണ ചേർക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഫ്ലെയിം ഓണാക്കാൻ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ഇത് വേവിച്ച് മെഴുക്ക് വരട്ടിയാക്കി എടുക്കാം. ഓക്കേ, ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് പിന്നീട് എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് അടച്ച് വെച്ച് ഇത് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൽ മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, ടാറ്റാ, ബൈ.